ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗോപീജനങ്ങളൊരു നാൾ അനുരാഗയോഗാൽ ഗോപാലസുന്ദരനിവൻ വരനായി വരേണം. ഏവം നിതാന്തമകതാരിലുറച്ചു ഭക്ത്യ ഭാവം തെളിഞ്ഞു യമുനാ പുളിനം ഗമിച്ചാർ. ഉണ്ടാക്കി തത്ര മണൽ കൊണ്ട് മനോഭിരാമം തണ്ടാർ ശരാന്തക കുടുംബിനി തന്റെ രൂപം കൊണ്ടെന്നു പുഷ്പജലഗന്ധ നിവേദ്യമെല്ലാം വേണ്ടും വിധം വിവിധമർച്ചനയും തുടങ്ങി. കീർത്യാ വിളങ്ങിന മുകുന്ദപദാരവിന്ദം മൂർത്യാ വണങ്ങി വജസാ മനസാ ജസാകം. കാർത്യായനീ ചരണസേവനമാചരിച്ചാൽ ആർത്യാദിശാന്തി വരുവാൻ വരവാണിമാരും. ഏവം വ്രതങ്ങളൊരു മാസമുടൻ കഴിഞ്ഞ ദേവീ പ്രസാദവും അവർക്കു ലഭിച്ചിതപ്പോൾ. കർമാവസാന ദിവസേ സരസം കുളിപ്പാൻ നൈർമല്യമുള്ള യമുനാംഭസി ചെന്നിറങ്ങി. വസ്ത്രങ്ങളിന്നു തടസീമനി വച്ചു വേഗാൽ അസ്ത്രീജനം സലില കേളി തുടർന്ന നേരം. തത്രാഗമിച്ചു വസുദേവകുമാരനപ്പോൾ വസ്ത്രം ഹരിച്ചുടനെ പാദപമേറി നിന്നാൻ. ചൊൽക്കൊണ്ട വേണു മധുരധ്വനി കേട്ടു ഭാരം നോക്കും വിധൗ കമലനേത്രനെയങ്ങു കണ്ട. ലജ്ജിച്ചു നിന്നു പുനരിന്ദുമുഖീ സമൂഹം മജ്ജീവനാഥനിവനെന്നു മതം വഹിച്ചു. വസ്ത്രം ഹരേ തരിക എന്നവർ ചൊന്ന നേരം വസ്ത്രം തരാമിവിടെ വന്നു കരങ്ങൾ കൂപ്പിൻ. വന്ദിച്ചു നിന്നു ബദമന്ദമിരന്നതാകിൽ എന്നംബുജാക്ഷനരുൾ ചെയ്തിതു മന്ദഹാസി. നാണിച്ചു നാഥനുടെ മുമ്പിലണഞ്ഞു നിന്നാൽ ഏണാംഗബിംബമുഖിമാരഥ പാണി കൂപ്പി. അന്നേരമാശു വസനങ്ങൾ കൊടുത്തു കൃഷ്ണൻ മന്ദസ്മിതാർജപദനൻ പുനരേവമൂജേ. കാമിച്ച വസ്തുകനിവോടു വരുത്തുവാൻ ഞാൻ പ്രേമത്തിനിങ്ങു കുറവില്ല കൃശാങ്കിമാരെ. കാളിന്തിതൻ പുളിനമുണ്ടിഹ വെണ്ണിലാവും മേളിച്ച രാത്രികളുമുണ്ടിനി വേണ്ടുവോളം. ഗോവിന്ദവാഗമൃതമിങ്ങനെ കേട്ട നേരം ആനന്ദവാരിധിയിലങ്കനമാർ പതിച്ചു. മന്ദം നടന്നു നിജമന്ദിരമാഗമിച്ചു. നന്ദാത്മജോവി തരസാ ഭവനം പ്രഭേദേ. പിന്നെ കഥാചിതതിദൂരവനപ്രദേശേ തന്നോടുകൂടി നടകൊണ്ട കിശോരകന്മാർ. അന്നം ഭുജിപ്പതിനഹോ ലഭിയാഞ്ഞു പാരം ഖിന്നത്വമാർന്നു തളരുന്നതറിഞ്ഞു കൃഷ്ണൻ. യാഗം തുടങ്ങി മരുവീടിന വിപ്രഗേഹേ വേഗേന ചെന്നുടനിരന്നു ഭുജിച്ചു കൊൾവിൻ എന്നുള്ള നന്ദസുത ശാസന കേട്ടു തുഷ്ട്യ ചെന്നങ്ങിരന്നിത് വിശന്നു കുമാരകന്മാർ. ഇല്ലത്തിരിക്കും അവനീസുരന്നമൊട്ടും ഇല്ലെന്നു ചൊല്ലി വിരവോടു തിരിച്ചയച്ചാർ. ക്ഷിപ്രം തഥാ ഹരിഗിരാ പുനരർഭകന്മാർ വിപ്രാങ്കനാജനമുപേത്യ കനിഞ്ഞിരുന്നാർ. അന്നേരമദ്വിജവരാങ്കനമാരുദാരം അന്നം ഹൃദം ദധികുളം മധുരോപദംശം ഇത്യാദി വസ്തു സകലം ബഹു സംഭരിച്ചു ഭക്ത്യാ നടന്നിതു മുകുന്ദ വിലോകനാർത്ഥം. നിൽപ്പിൻ കൊടുക്കരുതു ഭോജനമെന്നു പോവാൻ കൽപ്പിച്ച തൽപതി വജസ്സു നിരാകരിച്ചു. ഉൽപ്പന്ന ഭക്തി സമമച്യുതപാദമൂലെ തൽപത്നിമാരതു കൊടുത്തു വണങ്ങി നിന്നാർ. അന്നേരമങ്ങു നിജഭർത്തൃവിരോധശക്ത്യ നിന്നീടിനാളൊരു കുലാങ്കന ദൂരദൂദേശേ. ആകന്ത വിസ്മയമിതങ്ങവൾ താനുമപ്പോൾ ദേഹം ത്യജിച്ചു മധുസൂദനനോടു ചേർന്നാൾ.
തൽക്കാലമാശു യജമാനമഹീസുരന്മാർ ഉൾക്കാമ്പിലമ്പോടു സുബോധവും ഉത്ഭവിച്ചു. സ്ത്രീകൾക്കുമാരണവരർക്കും അനുഗ്രഹത്തെ നൽകി സുഖേന പുരിപുക്കിതു ചക്രപാണി. അത്രാന്തരെ നിപുണനാകിയ നന്ദഗോപൻ വൃത്രാരിയാഗവിധി ചെയ്വതിനും തുടർന്നാൽ. തത്രാഗമിച്ചു ഭഗവാനരു ചെയ്തു മന്ദം സത്രം തുടങ്ങുപതിനെന്തൊരു ബന്ധമിപ്പോൾ. നന്ദൻ പറഞ്ഞിതു നമുക്കു സുഖങ്ങളെല്ലാം ഇന്ദ്രന്റെ ചാരുകൃപ കൊണ്ടുവരുന്നു പുത്ര. അന്നു വൃഷ്ടിയുമശേഷമഹീതലത്തിൽ ഇന്നുള്ള പുഷ്ടിയും അവന്റെ വിഭാവമല്ലോ. ഗോക്കൾക്കു നല്ല തൃണവും ജലവും ലഭിപ്പാൻ ഓർക്കും വിധൗ ഹരി നമുക്കു വിശിഷ്ട ദൈവം. തൽക്കാരണേന കനിവോടു മഹേന്ദ്രയാഗം നീക്കം വരാധിക തുടർന്നിതുടൻ കുമാര. അംഭോജനേതനരു ചെയ്തിരു സാവധാനം ജംഭാരിയല്ല ജനക ജലപുഷ്ടിഹേതു. സംഭാവനീയമൊരു ദൃഷ്ട അതിന്നു മൂലം ദംഭോളിപാണിയും അതിനനുകൂലനല്ലോ. ഗോവർദ്ധനം ഗിരി നമുക്ക് വിശിഷ്ട ദൈവം ഗോവൃദ്ധി കാരണമിതെന്നു ധരിക്കതാത. ചിന്തിക്കിലന്തരണശേഷ ജഗൽ പ്രമോദം സിദ്ധിപ്പതിന്നു സതതം പരമാർത്ഥഹേതു. പുഷ്ടിക്കു ഹന്ത ഭുവി കാരണമാരണന്മാർ അഷ്ടിക്കു പാത്രം അവരിഷ്ടിയവർക്കു വേണ്ടു. ഗോവർദ്ധനത്തിനുമശേഷമഹീസുരർക്കും ഭാവപ്രിയായ യജനം തുടരേണമിപ്പോൾ എന്നുള്ള നന്ദസുതഭാരതി കേട്ട നേരം നന്ദിച്ച നന്ദകുലവൃന്ദമശേഷമപ്പോൾ വന്ദിച്ചു ഭൂമിധര ഭൂമി സുരൗഖമെല്ലാം മന്ദേതരം മഹിതമാം മഖവും തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ.